ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നാറ്റയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് നാറ്റ? നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. നിങ്ങൾ ഒരു ആർക്കിടെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ BArch കോഴ്സ്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ എന്ന കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിലോട് അനുബന്ധിച്ചായിട്ടാണ് ആർക്കിടെക്ചർ കോഴ്സുകൾ ഉണ്ടാവാറുള്ളത്. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലില്ല, ആർക്കിടെക്ചർ മാത്രമുള്ള കോളേജുകളും ഉണ്ട്. IIT-കളിലും NIT-കളിലും അത് കൂടാതെ കേരളത്തിനകത്തൊക്കെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അതുപോലെ തന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആർക്കിടെക്ചർ കോഴ്സുകളുണ്ട്. നൗ JEE ആണ് NIT-കളിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന് നിങ്ങൾക്കറിയാം. NIT-കളിൽ BArch കോഴ്സ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് JEE മെയിനിലെ പേപ്പർ 2A, പേപ്പർ 2B ഉണ്ട്. അത് ബാച്ചിലർ ഓഫ് പ്ലാനിങ്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ, BArch, B പ്ലാനിങ്ങിനൊക്കെയുള്ള കോഴ്സ് അത് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ JEE മെയിൻ പേപ്പർ 2 ആണ് എഴുതേണ്ടത്. അതേസമയം IIT-കളിൽ BArch കോഴ്സ് ഉണ്ട്. IIT-യിലെ BArch-ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നൗ ഇതൊന്നും അല്ലാത്ത, അഥവാ IIT-കളോ NIT-കളോ അല്ലാത്ത ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലും നിങ്ങൾ BArch കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ BArch-ൻ്റെ ഒരു പ്രത്യേകത, അവിടെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അറിയുന്നത് മാത്രമല്ല, ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഡിസൈനിങ്ങുമായി ബന്ധപ്പെടുത്തി, 3 ഡയമെൻഷൻസുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും കൂടെ ടെസ്റ്റ് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ IIT-കളോ NIT-കളോ അല്ലാത്ത ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ ഏതൊരു കോളേജിലും BArch കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട എൻട്രൻസ് എക്സാം നടത്തുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. എക്സാമിൻ്റെ പേരാണ് നാറ്റ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. നൗ നടത്തുന്നത് പറഞ്ഞതുപോലെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. എന്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടി? ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ അഥവാ BArch കോഴ്സിന് വേണ്ടി. നൗ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? അതിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ. 3 അറ്റംപ്റ്റ് ഒരേ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് 3 അറ്റംപ്റ്റ് നാറ്റക്ക് അവൈലബിൾ ആണ്. JEE മെയിനിൽ നമ്മൾ 2 ഷിഫ്റ്റ് ജനുവരിയും ഏപ്രിലും ഉണ്ടെന്ന് പറയുന്ന പോലെ നാറ്റക്ക് നിങ്ങൾക്ക് 3 പ്രാവശ്യം ഒരു അക്കാഡമിക് ഇയറിൽ നാറ്റ എഴുതാവുന്നതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോറാണ് സ്വാഭാവികമായിട്ടും കൺസിഡർ ചെയ്യുക. Now the score of the NATA test would be valid for a period of 2 academic years. ഈ വർഷം എഴുതി കഴിഞ്ഞാൽ ഈ വർഷവും അടുത്ത വർഷവും അത് വാലിഡ് ആയിരിക്കും. നമ്മൾ ഗേറ്റ് എക്സാം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PGക്ക്, MTechനൊക്കെ ജോയിൻ ചെയ്യാൻ, എഞ്ചിനീയറിംഗിൽ PG പോസ്റ്റ് ഗ്രാജുവേഷന് ജോയിൻ ചെയ്യാനുള്ള എൻട്രൻസ് എക്സാമാണ് ഗേറ്റ്. മറ്റ് പല കമ്പനികളും ഗേറ്റ് സ്കോറൊക്കെ നമ്മുടെ പ്ലേസ്മെന്റിന് വേണ്ടിയൊക്കെ പരിഗണിക്കാറുണ്ട്. നൗ അത് ഗേറ്റ് സ്കോർ 2 വർഷം വാലിഡ് ആണ് എന്ന് പറയുന്ന പോലെ നാറ്റയുടെ വാലിഡിറ്റി 2 വർഷം നാറ്റയുടെ സ്കോറും വാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത ഉള്ളത്, +1 സ്റ്റുഡൻസിന് വരെ വേണമെങ്കിൽ നാറ്റ എഴുതാം. കാരണം +2 കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ +1 നാറ്റ സ്കോർ തന്നെ മതിയാകും. നൗ എക്സാമിനേഷൻ ഡേറ്റ് ആൻഡ് ടൈമിങ്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏപ്രിൽ മുതൽ ജൂലൈ വരെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കെൻഡുകളിലും, എന്ന് വെച്ചാൽ ശനി ഞായർ ദിവസങ്ങളിലും നാറ്റ എക്സാം നടക്കും. അതും ഓരോ ദിവസവും 2 ഷിഫ്റ്റ്, 10 മണി മുതൽ 1 മണി വരെ വരുന്ന ഒരു ഷിഫ്റ്റും ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 4:30 വരെ വരുന്ന ഷിഫ്റ്റ്, 3 മണിക്കൂർ ഷിഫ്റ്റ് ആയിട്ട്, 3 മണിക്കൂറാണ് നാറ്റ എക്സാം. സോ 2 ഷിഫ്റ്റുകളിലായിട്ട് ഏപ്രിൽ മുതൽ ജൂലൈ വരെ 4 മാസം എല്ലാ വീക്കെൻഡുകളിലും നാറ്റയുടെ എക്സാം ഉണ്ടാകും. അഥവാ നമ്മൾക്ക് അതിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഒരേ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഒരേ എൻ്റയർ സീസണിലാണ് നമുക്ക് 3 അറ്റംപ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് മാർക്സ് ഓഫ് എക്സാമിനേഷൻ 2 പാർട്ടായിട്ടാണ് എക്സാം. പാർട്ട് A ഡ്രോയിങ് ആൻഡ് കോമ്പോസിഷൻ ടെസ്റ്റ്. അതൊരു ഓഫ്ലൈൻ ടെസ്റ്റാണ്, പെന്നും പേപ്പറും ഉപയോഗിച്ച് എഴുതേണ്ട എക്സാം ആണ്. 90 മിനിറ്റ് ആണ് അതിനുള്ള സമയം. പാർട്ട് B മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതിനും 90 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 1.5 മണിക്കൂർ ഡ്രോയിങ് ടെസ്റ്റ് ഓഫ്ലൈൻ ആയിട്ട് പെന്നും പേപ്പറും, 1.5 മണിക്കൂർ ഓൺലൈൻ ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നൗ ഡ്രോയിങ് ടെസ്റ്റിന് 3 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ, 3 ക്വസ്റ്റ്യൻ. അതിൻ്റെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്തെടുക്കാവുന്നതാണ്. കോമ്പോസിഷൻ ആൻഡ് കളർ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 25 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സ്കെച്ചിങ് ആൻഡ് കോമ്പോസിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 25 മാർക്സ്. 3D കോമ്പോസിഷൻ 30 മാർക്സ്. ടോട്ടൽ 80 മാർക്സ്, 3 ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിലേക്ക്, അതായത് പാർട്ട് B മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ട് B1, B2 എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. അവിടെ 30 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെത്, അതുപോലെ തന്നെ 15 ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെത്. അങ്ങനെ മൊത്തത്തിൽ അവിടെ 120 മാർക്സ്. ഓക്കെ, ടോട്ടൽ 120 പാർട്ട് ബിയിലും 80 പാർട്ട് എയിലും കൂടെ 200 മാർക്സ് ആണ്
1.5 മണിക്കൂർ 3 മണിക്കൂറാണ് എക്സാം. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അവിടെ ഉള്ളത്. ഇനി പാർട്ട് ബി എന്ന് പറയുമ്പോൾ പാർട്ട് എയിൽ ഡ്രോയിങ് ആണെങ്കിൽ പാർട്ട് ബിയിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും അല്ല. പാർട്ട് ബിയിൽ വരുന്നത് അതിൻ്റെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്: വിഷ്വൽ റീസണിങ്, ജനറൽ നോളജ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, ലോജിക്കൽ ഡെറിവേഷൻ, ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ, ഡിസൈൻ സെൻസിറ്റിവിറ്റി, ഡിസൈൻ തിങ്കിങ്, ന്യൂമറിക്കൽ എബിലിറ്റി പോലെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ട് അഥവാ പാർട്ട് ബിയിൽ അനലൈസ് ചെയ്യുന്നത്. നൗ ആർക്കിടെക്ചർ കോഴ്സിന് താല്പര്യമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു 5 ഇയർ കോഴ്സാണ്. ഓക്കെ, സാധാരണ നമ്മൾ ബിടെക് 4 ഇയർ ആണെങ്കിൽ BArch കോഴ്സ് 5 ഇയർ ആണ്. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള കോഴ്സാണ്. ഡ്രോയിങ് നന്നായിട്ട് അറിയുന്ന ഒരാളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല BArch കോഴ്സിന് ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് ഡിസൈനിനോടൊരു ആപ്റ്റിറ്റ്യൂഡും ഡിസൈൻ ചെയ്യാനുള്ള ഒരു താല്പര്യവുമാണ് വേണ്ടത്. ഓക്കെ, ഡ്രോയിങ് കുറേയും കൂടെ നിങ്ങൾ ജോബിലേക്കൊക്കെ എത്തുമ്പോൾ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കും. പഠിക്കുന്ന സമയത്ത് പേപ്പറിലുള്ള ഡ്രോയിങ് ഉണ്ടെങ്കിലും ഡിസൈനിങ് ആണ്, അതായത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ് എന്നുള്ളതിനേക്കാളും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ നിങ്ങൾക്ക് 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കാൻ പറ്റണം, 3 ഡയമെൻഷനിലായിട്ട് ഡ്രോ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതൊക്കെയാണ് വാലിഡേറ്റ് ചെയ്യുന്ന പോയിന്റ്സ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് ആർക്കിടെക്ചറിന് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഡിസൈനിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ +1 പാസ്സായതോ അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എക്സാമിനേഷൻ എഴുതാം വിത്ത് PCM സബ്ജക്റ്റ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. മാത്സ് ഇല്ലെങ്കിൽ പറ്റില്ല. അത് 12th പാസ്ഡ് ഓർ അപ്പിയറിംഗ് ആവാം. അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഉള്ളത്, നിങ്ങൾ ഡിപ്ലോമ 10th കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കും ഈ പറയുന്ന നാറ്റ എക്സാം എഴുതാം. കണ്ടീഷൻ ഉണ്ട്, ആ ഡിപ്ലോമയിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ +2 നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10th ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. എക്സാം എഴുതാനുള്ള സിറ്റികൾ കേരളത്തിൽ ഓൾമോസ്റ്റ് 10 സെന്ററുകൾ പറഞ്ഞിട്ടുണ്ട്: കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, കൊച്ചി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം. ഇത്രയും സ്ഥലങ്ങളിൽ എക്സാം സെന്ററുകളുണ്ട്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടത് www.nata.in. NTA ഒന്നും അല്ല, നാറ്റ തന്നെയാണ്. അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ് നടത്തുന്നത്. സൈറ്റ് nata.in ആണ്. അതിൽ ഇനി ഫീ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഫീ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ 3 അറ്റംപ്റ്റ് ഈ വർഷം ചെയ്യാന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരേ ഒരു അറ്റംപ്റ്റ് എടുക്കുന്നുള്ളൂ. മെയിൽ കാൻഡിഡേറ്റ് ആണ്, ജനറൽ കാറ്റഗറി ഓർ OBC ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വുഡ് ബി 1750. അങ്ങനെ ഓരോ മെയിൽ ഫീമെയിൽ നമ്മുടെ കാറ്റഗറി അനുസരിച്ച്, ജനറൽ, OBC, SC, ST, ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ്, EWS, ട്രാൻസ്ജെൻഡർ കാറ്റഗറി ഒക്കെ അനുസരിച്ച് നമ്പർ ഓഫ് ടെസ്റ്റുകൾക്ക് അനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ ഫീ കാറ്റഗറിയിലുണ്ട്. നിങ്ങൾക്കത് കാണാം. ഓക്കെ, നൗ സ്വാഭാവികമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. അതിൻ്റെ ഫയൽ സൈസും അതുപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നൗ നിങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റായി മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നാറ്റ എക്സാം എഴുതണം. അതുപോലെ തന്നെ ഇനി ഏപ്രിലിൽ വരുന്ന JEE മെയിൻ സെഷൻ 2ൽ JEE മെയിൻ പേപ്പർ 2 നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റു സ്റ്റുഡൻസിന്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.